നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തുസൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്. കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരിൽ മലപ്പുറം സ്വദേശികളും 2 മലപ്പുറം സ്വദേശികളാണ് മരിച്ചത്. പുലാമന്തോൾ തിരുത്തു സ്വദേശി മരക്കാടത്ത് പറമ്പിൽ ബാഹുലേയൻ, കൂട്ടായി കോതപ്പറമ്പിന് പടിഞ്ഞാറ് വശം താമസിക്കുന്ന പരേതനായ കുപ്പന്റെ പുരയ്ക്കൽ ഹംസയുടെ മകൻ നൂഹ് എന്നിവരാണ് മരിച്ചത്. മുൻ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്ന മരക്കാടത്ത് പറമ്പിൽ വേലായുധന്റെ മകനാണ് ബാഹുലേയൻ. 5 വർഷത്തോളമായി ഇദ്ദേഹം കുവൈറ്റിലാണ്. മംഗഫിലെ ലേബർ ക്യാമ്പിലാണ് തീപിടുത്തമുണ്ടായത്. 195 പേർ താമസിച്ചിരുന്ന 6 നില കെട്ടിടത്തിനാണ് തീ പിടിച്ചത്. പുലർച്ചെ 4-നാണ് തീപിടുത്തമുണ്ടായത്. മുഴുവൻ പേരും ഉറക്കത്തിലായിരുന്നപ്പോഴാണ് തീ പടർന്നു പിടിച്ചത്. 20 ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചത് അപകടത്തിൻ്റെ വ്യാപ്തി കൂട്ടി. രക്ഷപ്പെടാനുള്ള വ്യഗ്രതയിൽ തിക്കും തിരക്കും ഉണ്ടായി. രക്ഷപ്പെടാനായി കെട്ടിടത്തിന് പുറത്തേക്ക് ചാടി നട്ടെല്ലിന് പരിക്ക് പറ്റിയ നിരവധി പേർ ചികിത്സയിലാണ്. 5 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റിട്ടുണ്ട്. തീപിടുത്തത്തിൽ മരിച്ച 49 പേരിൽ 14 പേരും മലയാളികളാണ്. മരിച്ചവരിൽ 21 പേർ ഇന്ത്യക്കാരാണ്. കൂടാതെ ചികിത്സയിൽ കഴിയുന്നതിൽ അധികവും മലയാളികളാണെന്നും റിപ്പോർട്ടുകളുണ്ട്. മലപ്പുറം സ്വദേശികളെ കൂടാതെ കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, കാസർഗോഡ് സ്വദേശികളാണ് മരിച്ചത്. ചങ്ങനാശ്ശേരി ഇത്തിത്തനം ഇളങ്കാവ് ഭാഗത്ത് കിഴക്കേടത്ത് വീട്ടിൽ പ്രദീപ് ദീപ ദമ്പതികളുടെ മകൻ ശ്രീഹരി പ്രദീപ, കാസർഗോഡ് തൃക്കരിപ്പൂർ യളമ്പച്ചി സ്വദേശി കേളു പൊന്മലേരി, ചെർക്കള കുണ്ടടുക്കം സ്വദേശി രഞ്ജിത്ത്, പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം സാബു, പന്തളം മുടിയൂർക്കോണം സ്വദേശി ആകാശ് എസ് നായർ, കൊല്ലം സ്വദേശി ഷമീർ ഉമ്മറുദ്ദീൻ, പത്തനംതിട്ട വാഴമുട്ടം സ്വദേശി PV മുരളീധരൻ, കൊല്ലം വെള്ളിച്ചിക്കാല വടക്കോട്ടുവിളയിൽ ലൂക്കോസ്, പുനലൂർ നരിക്കൽ വാഴവിള സ്വദേശി സാജൻ ജോർജ്, കോന്നി അട്ടച്ചാക്കൽ സ്വദേശി ചെന്നിശ്ശേരിയിൽ സജു വർഗീസ്, തിരുവല്ല മേപ്ര സ്വദേശി തോമസ് ഉമ്മൻ, കണ്ണൂർ ധർമ്മടം സ്വദേശി വിശ്വാസ് കൃഷ്ണൻ എന്നിവരുടെയും മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് തിരുരങ്ങാടി ടുഡേ.